പാഠം 1 പാടത്തേക്ക് ഞാറുനട്ട് കൃഷിപാഠവുമായി അളഗപ്പ നഗർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ് അംഗങ്ങളാണ് കാവലൂർ, പച്ചളിപ്പുറം, വട്ടനാത്ര പാടശേഖരത്തിൽ ഞാറുനട്ട് വേറിട്ട കൃഷിപാഠത്തിന് തുടക്കമിട്ടത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയുടെയും സ്കൂൾ കാർഷിക ക്ലബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടി കർഷകരോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പങ്കുചേർന്നു. നെൽകൃഷിക്കുള്ള നിലമൊരുക്കൽ, ഞാറ്റടി തയ്യാറാക്കൽ, ഞാറ് നടീൽ തുടങ്ങിയ കൃഷിരീതികൾ കർഷകരിൽ നിന്നും കർഷക തൊഴിലാളികളിൽ നിന്നും വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കി. ഹരിതസേനയിലെ തൊഴിലാളികൾ പരമ്പരാഗത രീതിയിലുള്ള ഞാറ് നടീൽ വിദ്യാർത്ഥികൾക്ക് പരിശീലിപ്പിച്ചു. നാടൻ പാട്ടുകൾക്കും കൃഷിപ്പാട്ടുകൾക്കുമൊപ്പമാണ് കുട്ടികൾ മുഴുവൻ പാടത്തും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മനുരത്ന ഇനത്തിലെ നെല്ലിന്റെ ഞാറ് നട്ടത്. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ കൃഷി ഓഫീസർ EN രവീന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് കാർഷിക ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലിറ്റി മെജോ, KK ഹരിദാസ്, സിനി ബിജു, സോജിയ പിന്റോ, പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പാരിജാതം ഹരിതസേന ഭാരവാഹികളായ AR സംഗീത, ബിനി ജെയ്സൺ, കാർഷിക ക്ലബ്ബ് കൺവീനർ MB സജീഷ്, പ്രധാനാധ്യാപകരായ IS ജിഷ, PD ലീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഇത്തരം നമ്മുടെ ഭാവി തലമുറയായ മക്കൾക്ക് ഇങ്ങനെ ഒരു ഇത് ഒരുക്കി തന്നതിന്, പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സഹ മെമ്പർമാരുണ്ട്, മക്കളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇതിന് പരിശീലനം നൽകുന്ന സംഗീതം അടക്കമുള്ളവർക്കും. ഈ ചേറ് എന്ന് പറയുന്നത് അതിനുള്ള ഞാറാണ് ഇപ്പൊ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞോളം 2 or 3 ഞാറ് എടുത്ത് നമ്മളൊരു 30-35 സെന്റിമീറ്റർ അകലം വെച്ച് ഇത് നട്ടു പോകണം. വേണ്ട ചേച്ചി അളന്നിട്ടോ നല്ല ഇവിടെ കുത്തിയത് അതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതിനെ ഞാറ്റുമുടി എന്നാണ് നമ്മൾ പറയാ. ഞാറ്റുമുടി എന്ന് പറയാ. എന്നിട്ട് ആ ഞാറ്റുമുടി നമ്മള് ഇത് ഉഴുത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേക അകലത്തിൽ ഇത് ഇട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇടത്. പ്രസിഡന്റ് പാട്ട് പാടുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായ സംഗീതേച്ചി പാട്ട് പാടുന്നില്ലേ നടുമ്പോ എന്തായാലും